നമസ്കാരം സാർ. Yes, come in. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് മിസ് തോമസ്. ഇരിക്കൂ, ചായ കുടിക്കൂ. ഡൽഹിയിൽ ഇത്തവണ ഭയങ്കര തണുപ്പാണല്ലേ? അതെ. തോമസ്, നിങ്ങളുടെ ഫ്രസ്ട്രേഷന്റെ കാരണം എന്താണെന്ന് എനിക്കറിയാം. റിട്ടയർ ചെയ്യാൻ ഇനി 6 മാസമേ ബാക്കിയുള്ളൂ. ഇത്രയും കാലം ജോലി ചെയ്തിട്ട് സ്വന്തമായ ഒരു വീട് പോലും തോമസിനില്ലെന്ന് എനിക്കറിയാം. ഐ നോ ഇറ്റ് തോമസ്. നമ്മുടെ ഗവൺമെന്റ് പുതിയൊരു പേപ്പർ ഫാക്ടറി തുടങ്ങാൻ പോകുന്ന വിവരം തോമസിന് അറിയാമല്ലോ. 10,000 പേർക്കെങ്കിലും തൊഴിൽ സാധ്യതയുള്ള ഒരു പ്രോജക്റ്റ് ആണത്. എല്ലാ അപ്പോയിന്റ്മെന്റ്സിനുമുള്ള അധികാരം അതിന്റെ എം ഡിക്കായിരിക്കും. ഞാൻ അതിന്റെ എം ഡി ആയിട്ട് ഉദ്ദേശിക്കുന്നത് തോമസിനെയാണ്. റിട്ടയർ ചെയ്താലും 2-3 വർഷം ഞാൻ വിചാരിച്ചാൽ തോമസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഒരു അവസരം ലഭിക്കുകയാണെങ്കിൽ അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് തോമസിന് അറിയാമല്ലോ. അത് താങ്ക് യു സർ. ഞാനൊരു കഠിന ഹൃദയനൊന്നും അല്ല തോമസ്. എനിക്ക് നിങ്ങളോട് ഒരു പേഴ്സണൽ ഗ്രഡ്ജുമില്ല. നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന തരത്തിൽ എന്തെങ്കിലും എന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഫോർഗെറ്റ് ഇറ്റ്. ഞാനതൊക്കെ അപ്പോഴേ മറന്ന സർ. എന്റെ മകൻ ശേഖരൻകുട്ടി എനിക്ക് എന്തിനേക്കാളും വലുതാണ്. അവന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയും ഞാൻ സഹിക്കില്ല. അക്കാര്യത്തിൽ ഞാൻ സ്വാർത്ഥനാണ്. എനിക്കും അങ്ങനെ തന്നെയാണ് സർ. ശേഖരൻകുട്ടിയെ കുറിച്ച് മറിച്ചൊരു അഭിപ്രായം എനിക്കുമില്ല. ഗുഡ്. എന്നെ മനസ്സിലാക്കുന്ന ഉദ്യോഗസ്ഥന്മാർ എനിക്കെന്നും പ്രിയപ്പെട്ടവരാണ്. ഞാൻ വരട്ടെ സർ. ആ പിന്നെ ശേഖരൻകുട്ടി തിരുവനന്തപുരത്ത് നിന്നും വിളിച്ചിരുന്നു. നിങ്ങൾ ഇടപെടേണ്ട എന്തോ പ്രശ്നമുണ്ടെന്ന്. അതെന്താന്ന് വെച്ചാൽ ചെയ്തു കൊടുത്തേര്. ശരി സർ. എന്റെ കർത്താവേ, ശനിദശ തീർന്നു.